നമസ്കാരം, ഞാൻ അജിമോൻ ലൂക്കോസ് JSM. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റാണ്. ഒരു സെൽഫ് ഇമേജ്. നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ സെൽഫ് ഇമേജ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മളിൽ തന്നെ ഉള്ള വേറൊരു വ്യക്തിത്വമാണ് ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുകയും നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടറാണ്. പല ഐഡിയ തരികയും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന ഒരു സെൽഫ് ഇമേജ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം തൊട്ട് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം വരെയും ഉറക്കം വരുന്നത് വരെയും ഇത് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ കൂട്ടത്ത് വേറൊരാൾ കൂടി ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. ആരെയും പേടിക്കണ്ട. ഇതിനെ പറയുന്ന പേരാണ് സെൽഫ് ഇമേജ്. അതായത് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു. രാവിലെ നമ്മൾ കുളിച്ച് ഒരുങ്ങി നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് പറയും, ഇന്ന് ഈ നീല ഷർട്ട് ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ നീല ഷർട്ട് ഇടും. അതിനുശേഷം നമ്മൾ പെയിൻറ്റിങ്ങിന് തിരക്കി പോകുമ്പോൾ പറയുന്നു, ഇന്ന് കറുത്ത പെയിൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, കറുത്ത പെയിൻറ്റ്. അടുത്ത് ഷൂ ഏതിടണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പറയുന്നു, ഇന്ന് കറുപ്പ് ഷൂ ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ കറുപ്പ് ഷൂ ഇടുന്നു, ഒരുങ്ങുന്നു. ഈ സമയം നമ്മളോട് ഇദ്ദേഹം പറയുന്നുണ്ട്, തലമുടി ചീവിയിട്ടുണ്ടോ? നമ്മൾ ഓടിച്ചൊന്ന് ചീപ്പെടുക്കുന്നു, തലമുടി പോകുന്നു. അടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നു, പേഴ്സ് എടുത്തോ? അത് ATM കാർഡ് എടുത്തോ? പോക്കറ്റിലും തപ്പി നോക്കി ഞങ്ങൾ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തി. ഇങ്ങനെ പല പല നിർദ്ദേശങ്ങൾ തരികയും നമ്മളെ നിയന്ത്രിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ സെൽഫ് ഇമേജ് ഇടപെടുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നുണ്ട്. കാരണം കൂട്ടുകാർ, പരിചയക്കാരൊക്കെ കുറച്ച് കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ. പക്ഷേ സെൽഫ് ഇമേജ് അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും കയറി ഇടപെടും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ചെയ്യാൻ പറയുന്നു. ചെയ്തതിന് ശേഷം ഇദ്ദേഹം പറയുന്നു, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചെയ്യരുത്. ഇങ്ങനെയുള്ള പല പല ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റാണ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഇദ്ദേഹം നമ്മളോട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് തരും. ഇനിയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ നമ്മളെ കൺമുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചേരും. പിന്നെ നമ്മൾ പഠിച്ച സ്കൂളിലേക്കൊക്കെ നമ്മളെ എത്തിക്കാൻ ഈ സെൽഫ് ഇമേജിൻ്റെ കഴിവുണ്ട്. ദൂരദേശത്തുള്ള ആൾക്കാരെ നമ്മളെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. ഇങ്ങനെ പലതരം കഴിവുകളുള്ള അല്ലെങ്കിൽ എബിലിറ്റി ഉള്ള ഒരു ആളെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളും അതിൻ്റെ പരിസരവും കൂട്ടുകാരെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. കണ്ടില്ലേ? നിങ്ങളുടെ ബ്രെയിനിലേക്ക് തെളിഞ്ഞു വന്നു. ഇനി മരണപ്പെട്ടു പോയ ആൾക്കാർ, നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ, അവരെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു സെക്കൻഡ്. നിമിഷങ്ങൾക്ക് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു കൂട്ടുകാരൻ നമ്മളെ കൂട്ടത്തുണ്ട്. ഈ കൂട്ടുകാരനെ വളരെ പോസിറ്റീവായി നിലനിർത്തിയില്ലെങ്കിൽ വലിയ ദോഷം ചെയ്യും. ഇദ്ദേഹം നല്ലതും പറഞ്ഞു തരും, ചീത്തയും പറഞ്ഞു തരും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ഈ സെൽഫ് ഇമാജിനെ നമ്മൾ കീപ്പ് ചെയ്യുക. നല്ല തോട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുക. എപ്പോഴും നെഗറ്റീവ് തോട്ട് ഡെവലപ്പ് ചെയ്യരുത്. കാരണം ഇദ്ദേഹം എപ്പോഴും ഒരു നെഗറ്റീവായി പോകും. എപ്പോഴും നെഗറ്റീവായിരിക്കും തരിക. ഇദ്ദേഹത്തിനെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യും. അതിന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോവുക, ഇഷ്ടമുള്ള ആൾക്കാരെ കാണുക, ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക, നമുക്ക് ഇഷ്ടമുള്ള കലാപരിപാടികളിൽ ഇൻവോൾവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇദ്ദേഹം എപ്പോഴും പോസിറ്റീവായിരിക്കും. എപ്പോഴും സെൽഫ് ഇമേജിനെ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ യുവർ സെൽഫ് ഇമേജ് ഫസ്റ്റ്, otherwise you can't survive. Okay, self image is the best solution for developing a good life and career. Okay, goodbye. നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം.